ശ്രീ ജേക്സി തോമസ്, ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് എവിടെ എനിക്കെതിരെ ഒരു പരാതി എന്നായിരുന്നു. പരാതി എവിടെ, കേസെടുക്കട്ടെ എന്നാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ടെലിഫോൺ സ്വിച്ച് ഓഫ് ആണ്, അദ്ദേഹത്തിന്റെ MLA ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്ന് സജീവ പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ആൾ മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2 സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു, ഫേസ്ബുക്കിലൂടെയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും. സത്യം ജയിക്കട്ടെ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായിരിക്കും ഇതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത്? തീർച്ചയായിട്ടും എന്തായാലും അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനിയനായ കോൺഗ്രസ് പ്രതിനിധി വാദം കേൾക്കുമ്പോൾ ലളിതയുക്തിയിൽ ഇത് കേൾക്കുന്ന മലയാളികൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പേരുകാരനായിട്ടുള്ള ഈ സെക്ഷൽ പെർവേർട്ട്, അതായത് സംഘടിതരായി മനുഷ്യരെല്ലാവരും സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കേണ്ട ഈ ആഗോള അധമൻ കോൺഗ്രസ് പാർട്ടിയുടെ MLA അല്ല, മറ്റേതോ പാർട്ടിയുടെ MLA ആണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ശരി, അദ്ദേഹം പരിമിതികളോടുകൂടെ ഇത്തരം കാര്യങ്ങളെങ്കിലും പറഞ്ഞല്ലോ, സന്തോഷമുണ്ട്. കണ്ണൂർ MPയുടെയും മുൻ KPCC പ്രസിഡന്റിന്റെയും നിലവാരത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വളർന്നില്ല എന്നുള്ളത് ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ എനിക്ക് മാത്രമല്ല, മനുഷ്യരും മലയാളി എന്ന നിലയിൽ നമുക്കൊക്കെ പ്രതീക്ഷയും അല്പമൊക്കെ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന കാര്യമാണ്. ഇരിക്കട്ടെ. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിന്റെ അവസാന ഭാഗം ഈ കേസിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒരു സംശയവും വേണ്ടതില്ല. കേരളത്തിന് അതിനു മുമ്പിൽ ജീവിക്കുന്ന തെളിവുകളുണ്ട്. ഞാൻ ആലങ്കാരികമായി എന്തെങ്കിലും ഒരു അവകാശവാദവും ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല. കേരളത്തിന്റെ ഭൂതകാലങ്ങളിൽ രാഷ്ട്രീയ പിന്തുണയും ആലുവ നഗരസഭ മുതൽ കോൺഗ്രസ് ചുവപ്പ് പരവതാനി വിരിച്ചു കൊണ്ടു നടന്ന പല ചലച്ചിത്ര നടന്മാരും സംഘടിത മാഫിയ സംഘം എന്നതുപോലെ മലയാള സിനിമയെ വിഴുങ്ങാൻ പര്യാപ്തമായ കരുത്തുണ്ടായിരുന്ന പല ചലച്ചിത്ര നടന്മാരും സ്ത്രീകൾ സർവൈവറാകേണ്ട വന്ന കേസുകളിൽ പ്രതികളാക്കപ്പെടുമ്പോൾ നിരവധി ദിവസക്കാലം ഉണ്ടയും തിന്ന് ജയിലിൽ കിടക്കേണ്ട വന്നിട്ടുള്ള ഗവൺമെന്റും സർക്കാരുമാണ്, അതിന് നേതൃത്വം നൽകിയ സർക്കാരുമാണ് കേരളത്തെ ഇപ്പോഴും നയിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധിക്ക് കൂടെ പ്രതീക്ഷ നൽകും വിധം നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് ഒളിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പൊന്നാവരം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും, ഏത് പൊന്നാവരം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അതിനുള്ളിൽ നിന്ന് കോട്ട ഇളക്കി ഈ കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ സ്ത്രീകളോടും, സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും സത്യസന്ധമായി പഠിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും നീതി പുലർത്തിക്കൊണ്ട് ഈ ആഗോള അധമൻ നിർബന്ധമായും കേരളത്തിൽ നിയമത്തിന്റെ കരവലയങ്ങൾക്കുള്ളിലാകും. നിയമത്തിന്റെ ദയാരഹിതമായ വരികളിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. കേരളത്തിൽ മറ്റൊരു കോൺഗ്രസ്സുകാരനും ഇങ്ങനെ ചെയ്യാൻ ഉതകാത്ത വിധം നിലയിൽ ഒരു പാഠമായി ഇദ്ദേഹത്തിന്റെ കേസും ഇദ്ദേഹത്തിന്റെ അനുഭവവും മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. നിഷ്കളങ്കരായിട്ടുള്ള പല ആളുകൾ, അപകടപൂർണമായ നിഷ്കളങ്കതയുള്ള പല ആളുകളും പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഘത്തിന്റെ നക്കാപ്പിച്ച പറ്റിയിട്ട് വെളുപ്പിക്കൽ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന അപൂർവം ചില PR സംഘങ്ങളും ആ PR സംഘങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പറയാൻ കഴിയുന്ന ചില ചലച്ചിത്ര നടിമാരുമാണ് ഇപ്പോഴും ഈ അധമനയും ചുമന്നു നടക്കാൻ തയ്യാറായി വന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം സാധാരണ നിലയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ചെയ്യാവുന്ന കാര്യം, അതായത് ഒരു പരാതി ഉണ്ടായി, ഇത്തരം പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. അയാളെ പാർട്ടി വേദികളിലോ നേതാക്കളുമായോ സമ്പർക്കം പുലർത്താൻ ഇനി രാഹുലിന് കഴിയില്ല. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മുകേഷ് MLAക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ CPM എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ജനപ്രതിനിധികൾക്കെതിരെ ഉയരുമ്പോഴും അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു CPM രീതി ഞങ്ങൾക്കില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്ന സമയങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും അതവരിപ്പോഴും പറയുകയാണ്. അങ്ങനെ പറയുന്ന അപൂർവം കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവരോട് തർക്കത്തിനോ വാദത്തിനോ ഇല്ല, മറിച്ച് ചെകിടടിച്ചുള്ള നല്ല പ്രഹരമാണ് കൊടുക്കേണ്ടതെന്ന അഭിപ്രായമാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി സമുദായത്തിനും മതജാതി ചിന്തയ്ക്കും അതീതമായി ചിന്തിക്കുന്ന മുഴുവൻ അന്തസ്സുള്ള മലയാളികൾക്കും ഉള്ളത്. കാരണം എന്താണ്? AICCയുടെ CWC അംഗമാണല്ലോ ബഹുമാനിയനായ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ്, അന്തസ്സുള്ള കോൺഗ്രസ്സുകാരുടെ പ്രതിനിധിയല്ലേ ശ്രീ രമേശ് ചെന്നിത്തല. ആ കാര്യത്തിൽ ഏതാണ്ട് അതേ നിലപാട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ ഇവരുടെയൊക്കെ നിലപാട്? അവരൊക്കെ ഇത് പറഞ്ഞിട്ടാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇത് അൺപ്രീസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ അല്ലേ? ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല. ചേർത്തു നിർത്താൻ കഴിയുന്ന, ഇതിനോട് തുല്യതപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു അവസരമുണ്ടോ? ഇനി ഇങ്ങനെയൊരു ന്യായീകരണം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരനുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ചോദിക്കണമല്ലോ. ഈ തന്നിൽ നിന്ന് ഗർഭധാരണം നരിക്കേണ്ട വന്ന ഒരു യുവതിയുടെ മുഖത്ത് നോക്കി നിന്നെ കൊല്ലാൻ വിത്തിൻ സെക്കൻഡ്സ്
നിമിഷങ്ങൾ മതി എന്ന് പറഞ്ഞ കേരളത്തിൽ ഏതു രാഷ്ട്രീയ നേതാവുണ്ട്? നീ നിന്റെ പണി നോക്കുക എന്ന് പെൺകുട്ടികളുടെ മുഖത്ത് വിളിച്ചു നോക്കി പറഞ്ഞിട്ടുള്ള ആഗോള അധമനായിട്ടുള്ള ഏതു രാഷ്ട്രീയ നേതാവ്, ഏത് നേതാവ് സാംസ്കാരികമായോ സാമൂഹികമായോ മതജാതി സമുദായ സംഘടനകൾക്കിടയിലോ രാഷ്ട്രീയത്തിലോ ഇങ്ങനെ ഒരാൾ കേരളത്തിൽ എവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്? ഇതിനോട് തുല്യതപ്പെടുത്താൻ കഴിയുന്ന ഏത് അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? എവിടെയുമില്ല. ഇത് രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ വിഷയം മാത്രമല്ല. നമ്മുടെ നാട്ടിൽ മനുഷ്യർ ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത്, അത് മാധ്യമമാകട്ടെ, സമുദായ സംഘടനയാവട്ടെ, സാംസ്കാരിക വേദിയാവട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ, ഒരു കവലയാവട്ടെ, ഒരു പൊതുമിടമാവട്ടെ, നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ മനുഷ്യർ ഒത്തുചേരുന്ന സ്ഥലത്ത് ഇത്രയും ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷുവൽ പെർവേർട്ടിനെ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ നാടിന്റെ സാമൂഹ്യ ജാഗ്രതയാണ്. ഈ മനസ്സുള്ള ഒരാൾ ഇയാൾ സംഘടനാ നടപടി കൊണ്ട് രക്ഷപ്പെടുമോ? നന്നാകുമോ? ഇയാളെ അരമാസം സസ്പെൻഡ് ചെയ്ത് നിർത്തി, 6 മാസം പാർട്ടി പ്രവർത്തനത്തിന്റെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തി, 3 മാസം MLA ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നന്നാവുന്ന ഒരു സ്വഭാവക്കാരനാണോ? ആണെങ്കിൽ എന്റെ അഭിപ്രായം കണ്ണൂർ എംപിയും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വരുന്ന ഈ ന്യായീകരണ സംഘത്തിന്റെയും വീട്ടിൽ ഇദ്ദേഹത്തെ ഒളിപ്പിച്ച് താമസിപ്പിക്കണം. അവിടെ ഇദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും താമസവും ഒരുക്കണം. ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ എത്തുന്ന എല്ലാ കോൺഗ്രസ്സുകാരും തയ്യാറുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ നാട്ടിൽ ഇദ്ദേഹം വോട്ട് തേടാൻ വരുന്നു എന്നുള്ളതായിരുന്നു. എങ്ങനെ? അവിടുത്തെ പല കോൺഗ്രസ്സുകാരും രക്ഷപ്പെട്ട് ഓടി. കാരണം എന്താണ്? ഇദ്ദേഹം വോട്ട് തേടാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥയുണ്ടാവുക? ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി തന്നെ പറയട്ടെ, ഇത് അതുകൊണ്ട് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് നമ്മുടെ നാട്ടിൽ മനുഷ്യൻ എന്നൊരു സമുദായം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന വർത്തമാനകാല കേരളത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ്. ഇത്തരം ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ പെർവേർട്ടുകൾക്ക് ഇപ്പോഴും സംരക്ഷണം ഒഴുക്കാൻ ഈ സംഘം തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സസ്പെൻഷൻ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം വാചകനാകുന്നത്. ഒറ്റ വാചകം പറഞ്ഞ് ഒറ്റ വാചകം കൂടെ പറഞ്ഞ് ഞാനെന്റെ ഭാഗം വിട്ടേക്കാം. ഈ സസ്പെൻഷനെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ ഭരണഘടന പറയുന്നത് എന്താണ്? പാർലമെന്ററി ജനാധിപത്യ വേദികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അയാൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പാർലമെന്ററി പദവി രാജിവെച്ചിരിക്കണം. അങ്ങനെയല്ലേ? അതായത് 6-ാം ഭാഗം സെക്ഷൻ C പറയുന്നത് എന്താണ്? if he is a member of any local body, legislature, parliament or holds any other position by virtue of his being a congressman, he may also be called upon to resign from such bodies. ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനയല്ല, കോൺഗ്രസിന്റെ ഭരണഘടനയാണ്. ഇനി കോൺഗ്രസ്സുകാരനായ ഈ ചർച്ചയിൽ വന്ന ബഹുമാനിയനായ മാന്യ അദ്ദേഹത്തിന് ഈ ഭാഗം അറിയില്ലെങ്കിൽ ഞാൻ ഇതങ്ങയൊന്ന് വായിച്ചു കേൾപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഒരു പാർലമെന്ററി ജനാധിപത്യ വേദിയിലുള്ള ഒരാളെ പോറല് പോലും ഏൽപ്പിക്കാതെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നത് പോലെ ഇങ്ങനെ ചേർത്തു നിർത്തുന്നത് കേരളം കണ്ട ലക്ഷണമൊത്ത ക്രിമിനൽ സെക്ഷൽ പെർവേർട്ടായി ഈ മാനിനോടുള്ള പിന്തുണയും നിരുപാധിക ഐക്യദാർഢ്യവും അടിമസമാനമായ പിന്തുണയും അല്ലാതെ മറ്റെന്താണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.